അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് 8ാം ക്ലാസ്സിലേക്ക് തയ്യാർ ചെയ്ത ഫിഖ്ഹുൽ ഇസ്ലാമിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് വായിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദി വഫഖനാ ലിത്തഫഖുഹി ഫിദ്ദീൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ ബയ്യന അഹ്കാമദ്ദീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബഅഹും ബിഇഹ്സാൻ. അമ്മാ ബഅദു. അൽ വഹദത്തുൽ ഊല, ഒന്നാമത്തെ യൂണിറ്റ്. അൽ ഫിഖ്ഹുൽ ഇസ്ലാമി, കർമ്മശാസ്ത്രം. ഫിഖ്ഹിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് ഫിഖ്ഹ്? എന്താണ് 4 ഇമാമുകൾ ആരെല്ലാം? മതവിജ്ഞാനങ്ങൾ, മതവിധികൾ ഏതെല്ലാം? ഇത് വ്യക്തമായിട്ട് വിശദമായിട്ട് തന്നെ പാഠത്തിൽ വിവരിക്കുന്നു. നോക്കു, വായിക്കാം. ആദ്യമായ ആയത്താണ് കൊടുത്തുള്ളത്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂലി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീലാ. എന്താണ് ആയത്തിലൂടെ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, വഅത്തിഉർ റസൂല, പ്രവാചകനെയും അനുസരിക്കുക, വഉലിൽ അംരി മിൻകും, നിങ്ങളിലുള്ള പണ്ഡിതന്മാരെയും അനുസരിക്കുക. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂലി, നിങ്ങൾ ഒരു കാര്യത്തിൽ തർക്കിച്ചാൽ അല്ലാഹുവിലേക്കും റസൂലിനും വിട്ടുകൊടുക്കുക. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, നിങ്ങൾ അല്ലാഹുവിനെയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ. ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീലാ, ദാലിക ഖൈറുൻ, അത് അത്യുത്തമവും, വഅഹ്സനു തഅ്വീലാ, ഏറ്റവും നല്ല മടക്കവുമാകുന്നു. ഈ ആയത്തിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ, ഷാഫിഈ, ഹനഫി, ഹംബലി, മാലിക്കി, 4ൽപ്പെട്ട ഒരു മദ്ഹബിനെ പിൻപറ്റൽ നിർബന്ധമാണ് എന്നാണ് ആയത്തിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. അൽ ഫിഖ്ഹു, നോക്കൂ, നെക്സ്റ്റ് പാരാഗ്രാഫ്. അൽ ഫിഖ്ഹു, എന്താണ് ഫിഖ്ഹ്? എന്താണ് കർമ്മശാസ്ത്രം? ഹുവ, അത് അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ്യത്തി, കർമ്മപരമായ മതവിധി വിലക്കുകളെ കുറിച്ചുള്ള അറിവാണ്. വഹുവ മിൻ അജല്ലിൽ ഉലൂം, അത് സുപ്രധാന വിജ്ഞാനത്തിൽപ്പെട്ടതാണ്. മസാദിറുൽ ഫിഖ്ഹിൽ ഇസ്ലാമി, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ഉറവിടം അൽ ഖുർആനു വസ്സുന്നത്തു വൽ ഇജ്മാഉ വൽ ഖിയാസ്. ഖുർആന്, സുന്നത്ത്, ഇജ്മാഉ, ഖിയാസ്, ഇതാണ് പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ. ഇതിൽ നിന്നാണ് ഫിഖ്ഹിയായ നിയമങ്ങൾ കണ്ടെത്തിയത് എന്നർത്ഥം. പറയുന്നത് വസ്സുന്നത്തു, എന്താണ് സുന്നത്ത്? അഖ്വാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളും, വഅഫ്ആലുഹു, പ്രവർത്തികളും, വതഖരീറാത്തുഹു, മൗനാനുവാദങ്ങളുമാണ്. ഇതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് വൽ ഇജ്മാ, എന്താണ് ഇജ്മാ? ഇത്തിഫാഖ് മുജ്തഹിദിൽ ഉമ്മത്തി ഫി അസ്രി ബഅദ വഫാത്ത് നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹുക്മിൻ ശർഈൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരു കാലഘട്ടത്തിലുള്ള ഗവേഷണ യോഗ്യരായ പണ്ഡിതന്മാർ മതനിയമത്തിൽ ഏകോപിക്കുക, ഇതിനാണ് ഇജ്മാ എന്ന് പറയുന്നത്. വൽ ഖിയാസ്, എന്താണ് ഖിയാസ്? ഹംലു ഹുക്മിൻ ഷൈഇൻ, ഹംലു ഹുക്മി ഷൈഇൻ അലാ ഷൈഇൻ ലിവുജൂദിൽ ഇല്ലത്തിൽ ഹുക്മു ഫീഹിമ, 2 കാര്യങ്ങളിൽ ഒരേ നിയമകാരണമുണ്ടായതിന് വേണ്ടി ഒന്നിന്റെ മതവിധി മറ്റൊന്നിന് ചുമത്തലാണ്. ഉദാഹരണം നോക്കൂ, അപ്പൊ മനസ്സിലാവും. കഹുറുമത്ത് ഷുറുബിൽ മഷ്റൂബാത്തിൽ കുഹൂലിയത്തി, ആൽക്കഹോളുള്ള പാനീയങ്ങൾ കുടിക്കൽ ഹറാമാണ്. മിസുൽ ബീറ, ബീർ പോലെ, അവിൽ വിസ്കി, വിസ്കി പോലെ. ബീർ, വിസ്കി പോലെയുള്ള ആൽക്കഹോളുള്ള പാനീയങ്ങൾ കുടിക്കൽ ഹറാമാണ്. അത് കിയാസാക്കിയിട്ട് കിട്ടിയതാണ്, തുലനം ചെയ്തിട്ട് കിട്ടിയതാണ്. അതെങ്ങനെ മനസ്സിലായത്?
ഫഇന്നഹു ഹറാമുൻ, തീർച്ചയായും ഇത് ഹറാമാണ്. ഖിയാസൻ അലാ ശുറുബിൽ ഖംരി, കള്ളുകുടിയോട് തുലനം ചെയ്തത് കൊണ്ടാണ് ഇത് ഹറാമായത്. ഖുർആനിലുണ്ട് എന്ത്? കള്ള് കുടിക്കൽ ഹറാമാണ്. എന്നാൽ ബീർ, വിസ്കി തുടങ്ങിയ ലഹരികൾ ഉപയോഗിക്കുന്ന ഹറാമാണ് ഖുർആനിലില്ല. പക്ഷെ എന്ത് മതി? കള്ള് കുടിക്കൽ ഹറാമാവാൻ കാരണം അതിൽ ലഹരി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ മനസ്സിലാക്കാം, ഏതിലെല്ലാം ലഹരിയുണ്ടോ ആ ലഹരിയുള്ള എല്ലാ കാര്യവും ഹറാമാണ്. ഈ കള്ളുകുടിയിൽ ഹറാമാകാനുള്ള കാരണം എന്തായിരുന്നു? ലഹരിയായിരുന്നു. ആ ലഹരി എന്ന കാരണം മറ്റൊന്നിലും ഉണ്ടായാൽ, ഉദാഹരണം ബീർ, വിസ്കി പോലെയുള്ളതിൽ ലഹരി ഉണ്ടായതുകൊണ്ട് അതും ഹറാമായി. ഇതിനാണ് ഖിയാസ് എന്ന് പറയുന്നത്. വൽ ഇല്ലത്തുൽ ജാമിഅത്തു ഹിയൽ ഇസ്കാർ, രണ്ടിലുമുള്ള കാരണം ലഹരിയാണ്. ഇനി നോക്കൂ നെക്സ്റ്റ് പേജില്, അബ്വാബുൽ ഫിഖ്ഹി റഈസിയ്യത്തു അർബഅത്തുൻ, പ്രധാനപ്പെട്ട കർമ്മശാസ്ത്രത്തിന്റെ അധ്യായങ്ങൾ അർബഅത്തു 4 1 അൽ ഇബാദാത്തു, ആരാധനകൾ. 2 അൽ മുആമലാത്തു, ഇടപാടുകൾ. 3 അൽ മുനാക്കഹാത്തു, വിവാഹങ്ങൾ. 4 വൽ ജിനായാത്തു, കുറ്റകൃത്യങ്ങൾ. ഇനി അടുത്ത പാരാഗ്രാഫ്, അൽ അഇമ്മത്തുൽ അർബഅ, അടുത്ത ഹെഡിങ് ആണ്. 4 ഇമാമുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്നമാ യസ്തംബിത്തുൽ ഹുക്മ മിനൽ മസാദിരിൽ മുജ്തഹിദൂൻ, തീർച്ചയായും മതവിധി കണ്ടെത്തുന്നത് ഗവേഷണ യോഗ്യരായ പണ്ഡിതന്മാരാണ്. വകാന ഫിൽ മില്ലത്തിൽ ഇസ്ലാമിയ്യത്തി കസീറും മിനൽ മുജ്തഹിദീൻ, ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ ധാരാളം ഗവേഷണ യോഗ്യരായ പണ്ഡിതന്മാരുണ്ടായിരുന്നു. വലാകിൻ ലം യബ്ഖ മിൻ മദാഹിബിഹി മുദവ്വനതൻ ഇല്ലാ മദാഹിബുൽ അർബഅ, ഇല്ലാ മദാഹിബുൽ അർബഅത്തി മിൻഹും, പക്ഷേ ക്രോഡീകൃതമായ രൂപത്തിൽ 4 മദ്ഹബുകളല്ലാതെ ബാക്കിയായില്ല. വഹും, അവരാരൊക്കെയാണ്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മാലിക് റളിയല്ലാഹു അൻഹു, ഷാഫിഈ റളിയല്ലാഹു അൻഹു, അഹ്മദ് റളിയല്ലാഹു അൻഹു. ഈ 4 മദ്ഹബുകളാണ് ബാക്കിയായത്. അതുകൊണ്ട് തന്നെ ഈ 4ൽപ്പെട്ട മദ്ഹബിനെ പിൻപറ്റി നിർബന്ധം. യൗറഫു ഹൗലാഇ, ഈ വിഭാഗത്തറിയപ്പെടുന്നു ബിൽ അഇമ്മത്തിൽ അർബഅ, ഇവർക്ക് അഇമ്മത്തുൽ അർബഅ 4 ഇമാമുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത്തഫഖൽ ഉമ്മത്തു അലാ വുജൂബി തഖ്ലീദി വാഹിദ് മിൻഹും, ഇസ്ലാമിക സമൂഹം ഈ 4ൽപ്പെട്ട ഒരാളെ അനുകരിക്കൽ നിർബന്ധമാണെന്ന വിഷയത്തിൽ ഏകോപിച്ചിട്ടുണ്ട്. അഹ്ലുൽ ഇസ്ലാമി ജമീഅൻ യത്തബിഊന അഹദ ഹൗലാഇൽ അർബഅത്തി അഹദ ഹൗലാഇൽ അഇമ്മത്തിൽ അർബഅത്തി ഫിൽ ഫിഖ്ഹി, അതുകൊണ്ട് ഫഹുലുൽ ഇസ്ലാം, മുസ്ലിങ്ങൾ ജമീഅൻ, മുഴുവനും, എല്ലാ മുസ്ലിങ്ങളും യത്തബിഊന, അവർ പിൻപറ്റുന്നു, അഹദ ഹൗലാഇൽ അഇമ്മത്തിൽ അർബഅ ഫിൽ ഫിഖ്ഹി, കർമ്മശാസ്ത്രത്തിൽ ഈ പറയപ്പെട്ട 4 ഇമാമുകൾ ഒരാളെ പിൻപറ്റുന്നു. വനഹ്നു അലാ മദ്ഹബിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, നാം പിൻപറ്റുന്നത് ഷാഫിഈ മദ്ഹബിലെയാണ്. വഹുവ അല്ലദീ, ആരാണ് ഷാഫിഈ ഇമാം? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു, ഷാഫിഈ ഇമാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമ, ഒരു ഖുറൈശി പണ്ഡിതൻ ഭൂലോകത്ത് മതവിജ്ഞാനം നിറക്കുമെന്ന് ഷാഫിഈ ഇമാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നോക്കൂ നെക്സ്റ്റ് ഹെഡിങ്, അൽ അഹ്കാമു ശർഈയ്യ, ശർഈയായ വിധികൾ അഥവാ മതവിജ്ഞാനങ്ങൾ, മതവിധികൾ. അൽ ഹുക്മു, വിധി. അൽ ഹുക്മു, മതവിധി. ഇമ്മാ ത്വലബു ഫിഅലിൻ, ഒന്നിരിക്കൽ ഒരു കാര്യം ചെയ്യാനുള്ള തേട്ടമാണ്. ഔ ത്വലബു തർക്കിൻ, അല്ലെങ്കിൽ കാര്യം ഉപേക്ഷിക്കാനുള്ള തേട്ടമാണ്. ഔ തഖീറും ബൈനഹുമാ, അല്ലെങ്കിൽ ചെയ്യാനും ഉപേക്ഷിക്കാനുമുള്ള ഇഷ്ടമാണ്. ഫൽ അവ്വലു, ആദ്യത്തേത്. ഏതാണ് ആദ്യത്തേത്? ഒരു കാര്യം ചെയ്യാനുള്ള തേട്ടം.
ഇൻകാന ജാസിമൻ, അത് കർക്കശമാണെങ്കിൽ ഫവജൂബുൻ, അത് നിർബന്ധമാണ്, വാജിബാണ്. വ ഇല്ലാ ഫസുന്നത്തുൻ, ചെയ്യുന്നത് കർക്കശമല്ലെങ്കിൽ സുന്നത്തുമാണ്. വസാനി, രണ്ടാമത്തത്. ഏതാ രണ്ടാമത്തത്? ഔ ത്വലബു തർക്കിൻ, ഒരു കാര്യം ഉപേക്ഷിക്കാനുള്ള തേട്ടമാണ്. അത് ഇൻകാന ജാസിമൻ, കർക്കശമാണെങ്കിൽ ഫതഹ്രീമുൻ, ഹറാമാണ്. വ ഇല്ലാ ഫകറാഹത്തുൻ, അത് കർക്കശമല്ലെങ്കിൽ, ഉപേക്ഷിക്കുന്നത് കർക്കശമല്ലെങ്കിൽ കറാഹത്താണ്. ഔ ഖിലാഫുൽ ഔല, അല്ലെങ്കിൽ ഖിലാഫുൽ ഔലയാണ്. വസാലിസു, മൂന്നാമത്തേതാ? മൂന്നാമത്തത് ഔ തഖീറും ബൈനഹുമ, കാര്യം ചെയ്യാനോ ഉപേക്ഷിക്കാനുള്ള ഇഷ്ടം. ഹുവൽ ഇബാഹത്തു, അതിന് ഇബാഹത്ത് എന്നാണ് പറയുക. ഇനി നെക്സ്റ്റ് പേജ് നോക്കൂ. അൽ വാജിബ് വസ്സുന്നത്തു, എന്താണ് വാജിബ്, എന്താണ് സുന്നത്ത്, അതാണ് പറയുന്നത്. അൽ വാജിബു, വാജിബ്, മാ യുസാബു അലാ ഫീലിഹി വ യുആഖബു അലാ തർക്കിഹി, ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ ശിക്ഷയുമുള്ളതിനാണ് വാജിബ് എന്ന് പറയാം. ഉദാഹരണമായി കസ്സലവാത്തിൽ ഖംസി, 5 വഖ്ത് നിസ്കാരം, നിസ്കരിക്കൽ നിർബന്ധാണ്, നിസ്കരിച്ചില്ലെങ്കിലോ ശിക്ഷയും കിട്ടും. വയുഖാലു ലിൽ വാജിബി ഫർളുൻ ഐലൻ, വാജിബിന് ഫർളും എന്നു പേരുണ്ട്. വഹുവ നൗആനി, ഫർള് 2 വിധാണ്. ഒന്ന് ഫർള് ഐന്, 2 ഫർള് കിഫായ. ഫർളുൽ ഐനി, എന്താണ് ഫർള് ഐനി എന്ന് പറഞ്ഞാൽ? ഹുവൽ വാജിബു അലാ കുല്ലി മുകല്ലഫിൻ. ഫർളുൽ ഐനി, അപ്പോൾ ഫർള് ഐന് ഹുവൽ വാജിബു അലാ കുല്ലി മുകല്ലഫിൻ, എല്ലാ മുക്കല്ലഫിന്റെ മേൽ നിർബന്ധാണ്. വഹുവ, ആരാണ് മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ? അൽ ബാലിഗുൽ ആഖിലു, ബുദ്ധിയും പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവനാണ് മുക്കല്ലഫ് എന്ന് പറയാം. ഉദാഹരണമായി കസൗമി റമളാൻ, റമളാൻ നോമ്പ് അനുഷ്ഠിക്കൽ എല്ലാ വ്യക്തിയുടെ മേലും, എല്ലാ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവന്റെ മേൽ നിർബന്ധമാണ്. ഫയജിബു അലാ കുല്ലി മുക്കല്ലഫിൻ, അപ്പോൾ എല്ലാ മുക്കല്ലഫിന്റെ മേൽ റമളാൻ നോമ്പ് നിർബന്ധമാകും. ഫർളുൽ കിഫായ, ഫർളുൽ കിഫായ എന്നുള്ളത് ഹുവൽ വാജിബു അലാ ജുംലത്തിൽ മുക്കല്ലഫീൻ, ഒരു പറ്റം മുക്കല്ലഫീങ്ങൾക്കാണ് നിർബന്ധം. ഉദാഹരണമായി കസ്വലാത്തിൽ ജനാസ, മയ്യിത്ത് നിസ്കാരം. ലൗ ഖാമ ബിഹി അഹദുൽ മുക്കല്ലഫീൻ സഖത ത്വലബു അനിൽ ആഖരീൻ, അതുകൊണ്ട് ആരെങ്കിലും ജനാസ നിസ്കാരം നിർവഹിച്ചാൽ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുക്കല്ലഫ് ജനാസ നിസ്കാരം നിർവഹിച്ചാൽ മറ്റുള്ളവർക്കുള്ള ബാധ്യത ഒഴിവായി. ഇതാണ് ഫർള് കിഫായ. ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും ചെയ്യേണ്ടതാണ്. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ മേലിലാണ് ബാധ്യത. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ചെയ്താൽ മറ്റുള്ളവർക്കും അതിൽ നിന്ന് കുറ്റം ഒഴിവാകുന്നതാണ് എന്നർത്ഥം. ഇനി അൽ ഹറാമു വൽ കറാഹത്തു, അതിനെ കുറിച്ചാണ് പറയുന്നത്. അൽ ഹറാം, എന്താണ് ഹറാം? മാ യുസാബു അലാ തർക്കിഹി വ യുആഖബു അലാ ഫീലിഹി, ഉപേക്ഷിച്ചാൽ കൂലിയും ചെയ്താൽ ശിക്ഷയുമുള്ളതാണ്. ഉദാഹരണമായി കഉഖൂഖിൽ വാലിദൈനി, മാതാപിതാക്കൾ ഉപദ്രവിക്കുക എന്നുള്ളത്. വൽ മക്റൂഹു വ ഖിലാഫുൽ ഔല കിലാഹുമാ, മക്റൂഹും ഖിലാഫുൽ ഔലയും മാ യുസാബു അലാ തർക്കിഹി വലാ യുആഖബു അലാ ഫീലിഹി, ചെയ്താൽ ശിക്ഷയില്ല, ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്. ഇല്ല അന്നൻ നഹിയ ഫിൽ അവ്വലി സ്വരീഹുൻ, പക്ഷേ ആദ്യത്തിലുള്ള നിരോധന, ഏതാദ്യം കറാഹത്തിലുള്ള അല്ലെങ്കിൽ മക്റൂഹിലുള്ള നിരോധന സ്വരീഹുൻ വ്യക്തമാണ്. കതറക്കി തഹിയ്യത്തുൽ മസ്ജിദി, പള്ളിയിൽ തഹിയ്യത്ത് ഒഴിവാക്കുക എന്നുള്ളത് ഒഴിവാക്കും പോലെ. ഫഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈനി, നിങ്ങളാരെങ്കിലും പള്ളിയിൽ കയറിയാൽ 2 റകഅത്ത് നിസ്കരിക്കുന്നത് വരെ ഇരിക്കരുത്. ഫഹാദാ നഹിയ്യുൻ സരീഹുൻ, ഇത് വ്യക്തമായ നിരോധനയാണ്. അങ്ങനെ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഇത് മക്റൂഹാണ്. വ തർക് സ്വലാത്തിൽ ളുഹ ഖിലാഫുൽ ഔല, ളുഹാ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് ഖിലാഫുൽ ഔലയാണ്. ലിഅന്നഹു, കാരണം വറദൽ അംറു ബിഫിഅലിഹിമാ ബിഫിഅലിഹാ, ളുഹാ നിസ്കാരം ചെയ്യാനുള്ള കൽപ്പനയുള്ളൂ, ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല, ചെയ്യണം. ളുഹാ നിസ്കരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
നിസ്കരിക്കരുത് എന്ന് പറയാത്തത് കൊണ്ട് അത് ഖിലാഫുൽ ഔലയാണ്. വൽ അംറു ബിശൈഇൻ നഹിയുൻ ഗൈറ സ്വഹീഹിൻ അൻ തർക്കിഹി. വൽ അംറു ബിശൈഇൻ ഒരു കാര്യം കൊണ്ടുള്ള കൽപ്പന, നഹിയുൻ ഗൈറ സ്വഹീഹിൻ അൻ തർക്കിഹി അത് ഒഴിവാക്കുന്നതിനെ തൊട്ടുള്ള വ്യക്തമല്ലാത്ത നിരോധനയാണ്. അതുകൊണ്ടാണത് ഖിലാഫുൽ ഔലയായത്. നെക്സ്റ്റ് നോക്കൂ, അൽ മുബാഹ്. എന്താണ് മുബാഹ്? അൽ മുബാഹ്, മുബാഹ് എന്ന് പറഞ്ഞാൽ മാലാ യുസാബു വലാ യുആഖബു അലാ ഫീലിഹി വലാ അലാ തർക്കിഹി. ചെയ്താൽ കൂലിയോ ഉപേക്ഷിച്ചാൽ ശിക്ഷയോ ഇല്ലാത്തതാണ് മുബാഹ്. ഉദാഹരണമായി കശുറുബിൽ ഹലീബ്, പാല് കുടിക്കുക. പാല് കുടിച്ചാൽ കൂലി കിട്ടൂല, കുടിച്ചില്ലെങ്കിൽ ശിക്ഷയും കിട്ടൂല. വയുഖാലു ലഹു ജായിസൻ വഹലാലുൻ ഹൈലൻ. മുബാഹിന് ജായിസ് എന്നും ഹലാലും എന്നും പേരുണ്ട്. ഇനി നമുക്ക് തരീബാത്ത് വായിക്കാം. നക്തുബു താരിഫ്. ആദ്യമായി നിർവചനം എഴുതാനാണ്. അൽ ഫിഖ്. എന്താണ് ഫിഖ്? കർമ്മപരമായ മതവിധി വിലക്കുകളെ കുറിച്ചുള്ള അറിവാണ് ഫിഖ്. മറ്റൊന്ന് സുന്നത്ത് എന്നാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും മൗനാനുവാദങ്ങളുമാണ്. ഇജ്മാ എന്ന് പറഞ്ഞാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന് ശേഷം മതനിയമത്തിൽ ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ, ഗവേഷണ യോഗ്യരായ പണ്ഡിതന്മാർ ഏകോപിക്കുന്നതിനാണ് ഇജ്മാ എന്ന് പറയുന്നത്. ഖിയാസ് എന്ന് പറഞ്ഞാലോ, രണ്ട് കാലത്തിൽ ഒരേ നിയമകാരണം ഉണ്ടായതിന് വേണ്ടി ഒന്നിന്റെ മതവിധി മറ്റൊന്നിന് ചുമത്തലാണ്. ഇനി നോക്കൂ, നെക്സ്റ്റ് നക്തശിഫുൽ ഹുക്മൽ മുവാഫിക. യോജിച്ച മതവിധി കണ്ടെത്താനാണ്. ഒന്ന്, ത്വലബു ഫെയിലിൻ ഹൈസ് യകൂനു ജാസിമൻ. ഒരു കാര്യം ചെയ്യുന്നത് കർക്കശമാണെങ്കിൽ അത് വാജിബ്. അതാണ് ഉത്തരം, വാജിബ്. രണ്ട്, ത്വലബു ഫെയിലിൻ ഹൈസ് യകൂനു ഗൈറ ജാസിമിൻ. ഒരു കാര്യം ചെയ്യുന്നത് കർക്കശമല്ലെങ്കിൽ അതാണ് സുന്നത്ത്. മൂന്ന്, ത്വലബുൻ ലി തർക്കി ഷൈഇൻ ഹൈസ് യകൂനു ജാസിമൻ. ഒരു കാര്യം ഉപേക്ഷിക്കുന്നത് കർക്കശമാണെങ്കിൽ ഹറാമ്. നാല്, ത്വലബുൻ ലി തർക്കി ഷൈഇൻ ഹൈസ് യകൂനു ഗൈറ ജാസിമിൻ. ഒരു കാര്യം ഒഴിവാക്കുന്നത് കർക്കശമല്ലെങ്കിൽ കറാഹത്തുമാണ്. ഇനി നക്തശഫുൽ ഇജാബാത്ത്. ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, മാഹിയൽ ഇബാഹത്തു. എന്താണ് ഇബാഹത്ത് എന്ന് പറഞ്ഞാൽ? ചെയ്താലും ചെയ്തില്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്തതാണ് മുബാഹ്. രണ്ടാമത്തെ ചോദ്യം, കം ബാബലിൽ ഫിഖ്ഹി വമാഹിയ. ഫിഖ്ഹിന്റെ അധ്യായങ്ങൾ എത്ര, ഏതെല്ലാം? 4. 1 ഇബാദാത്ത്, 2 മുആമലാത്ത്, 3 മുനാക്കഹാത്ത്, 4 ജിനായാത്ത്. മൂന്നാമത്തെ ചോദ്യം, മൻ ഹുമുൽ അയിമത്തുൽ അർബഅ. ആരൊക്കെയാണ് 4 ഇമാമുകൾ? ആരൊക്കെയാണ്? ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹും. മാ ഹുക്മു തഖ്ലീദി വാഹിദ് മിൻഹും. അതിലൊരു ഉപചോദ്യമാണ്. 4 ഇമാമുകളിലെ ഒരാൾ അനുകരിക്കുന്നതിന് വിധി എന്ത്? ഉത്തരം, നിർബന്ധം. നാലാമത്തെ ചോദ്യം, മനിൽ മുക്കല്ലഫ്. ആരാണ് മുക്കല്ലഫ്? ഉത്തരം, പ്രായപൂർത്തി, ബുദ്ധിയുമുള്ളവൻ. ചോദ്യം 5, മൽ ഫർഖു ബൈന ഫർളിൽ ഐനി ഫർളിൽ കിഫായ. എന്താണ് ഫർള് ഐനിന്റെയും ഫർള് കിഫയുടെയും വ്യത്യാസം? ഫർള് ഐനി എന്ന് പറഞ്ഞാൽ ഓരോ മുക്കല്ലഫിനും നിർബന്ധമാണ്. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ ഒരു പറ്റം മുക്കല്ലഫീങ്ങൾക്കാണ് നിർബന്ധം. ആറാമത്തെ ചോദ്യം, ഈത്ത് ബിസ്മിൻ ആഖറിൽ വാജിബി. വാജിബിന്റെ മറ്റൊരു പേരെന്ത്? ഉത്തരം, ഫർള്. ഇനി അവസാനത്തെ വർക്ക്, നുകവ്വിനു ജദ്വലൻ ലിൽ അഹ്കാമി ശർഇയ്യ. മതവിധികളെ ആ കോളങ്ങൾ പൂരിപ്പിക്കാനാണ്. അൽ അഹ്കാം ഒന്നാമത്തെ കോളത്തിൽ മതവിധികൾ എഴുതുക, രണ്ടാമത്തിൽ താരീഫു നിർവചനം, മൂന്നാമത്തിൽ ഉദാഹരണം. നോക്കൂ, അൽ വാജിബ്. എന്താണ് വാജിബ് എന്ന് പറഞ്ഞാൽ? ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ ശിക്ഷയുമുള്ളതാണ്. ഉദാഹരണം, 5 വഖ്ത് ഫർള് നിസ്കാരം. 2 സുന്നത്ത്. ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ ശിക്ഷയുമില്ലാത്തതാണ്. ഉദാഹരണം, റവാത്തിബ് നിസ്കാരം. മൂന്നാമത്തത് ഹറാം. ചെയ്താൽ ശിക്ഷയും ഉപേക്ഷിച്ചാൽ കൂലിയുമുള്ളത്. ഉദാഹരണം, മാതാപിതാക്കളെ ഉപദ്രവിക്കൽ.
നാലാമത്തത് കറാഹത്ത്, ഉപേക്ഷിച്ചാൽ കൂലിയും ചെയ്താൽ ശിക്ഷയുമില്ലാത്തത്. ഉദാഹരണം തഹിയ്യത്ത് നിസ്കാരം ഒഴിവാക്കുക. അഞ്ചാമത്തത് മുബാഹ്, ചെയ്താലും ചെയ്തില്ലെങ്കിലും ശിക്ഷയോ കൂലിയോ ഇല്ലാത്തത്. ഉദാഹരണം പാല് കുടിക്കുക. അല്ലാഹു തആല ഇസ്ലാമിക മതവിധികൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.